കോളേജിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കോളേജിലേക്ക് വന്നിട്ടാണ് മിസ്സും സാറും വിളിച്ചിട്ട്. ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴത്തേക്കും സാറ് പറഞ്ഞു തുടങ്ങി അവന്റെ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ആൽഫിനുണ്ട്, സൈഫും ഉണ്ട്, ഗോകുലുണ്ട്, വസീം ഉണ്ട്, ആദിത്യ ഉണ്ട്, റിയ ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കൂടെ. ഞങ്ങൾ എല്ലാവരും ഈ വച്ച് പിടിച്ച് നടക്കുന്നത് ഞങ്ങളുടെ ഇൻഡോർ സ്റ്റേഡിയം കാണാൻ വേണ്ടിയാണ്. കോളേജിൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന സാധനം പണിതിട്ട് ഞങ്ങൾ ഇന്നേ വരെ അതിന്റെ ഉള്ളിൽ കയറി നോക്കിയുള്ള. ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കോളേജിൽ വന്നതെന്ന് അറിയോ? ഇതാണ് ഞങ്ങളുടെ ഇൻഡോർ സ്റ്റേഡിയം. അങ്ങനെ ആദ്യമായി ഞങ്ങൾ ഇതായി ഞങ്ങളുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കാലിക്കാൻ പോവാണ്. അങ്ങനെ ഈ കാണാണ് ഞങ്ങളുടെ ഇൻഡോർ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. എന്റെ പൊന്നെ, ചൂടിട്ട് വയ്യ. നെറ്റൊക്കെ എന്നിട്ടാ ഷെട്ടില ബാഡ്മിന്റൺ ഷട്ടിൽ കളിക്കാൻ വേണ്ടി ഫാൻ വെക്കണം പോലും. ഞാനാണ് ആദ്യം പറഞ്ഞെങ്കിലും ഒന്നും പറഞ്ഞ് ഫാൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? ഫാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഷട്ടിൽ അടിക്കുമ്പോ പറഞ്ഞൂല്ലേ, കണ്ടുപിടിച്ച് കള്ളി. ഇതിലൊന്നും കളിക്കാനുള്ള യോഗ നമുക്കുണ്ടായില്ലല്ലോ. ശരി, അങ്ങനെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ഇരുന്ന് പുഴുങ്ങി അവിഞ്ഞ് ഞങ്ങൾ ഇതാ പുറത്തിറങ്ങി നിൽക്കുകയാണ് എല്ലാരും കൂടി. റിയൊക്കെയാണ് ഈ ചൂടെടുത്ത് മരിക്കാറായ രീതിയിലായി. അങ്ങനെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ പൂട്ടി ഞങ്ങൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നടക്കുകയാണ് ഇതുവഴി. അവിടെ നിന്ന് നേരെ പോകുന്നത് ഓഫീസിലേക്കാണ്. എല്ലാം കൂടി ഇതേ ഓഫീസിന്റെ ഫ്രണ്ടിൽ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിലൊരുത്തരാണെങ്കിലോ അതേ ഓഫീസിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. ഇഫുമോൻ ഡേ ഓഫീസിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സൈഫു. പിന്നെ ഞങ്ങൾ ഇന്ന് കോളേജിലേക്ക് വന്നേക്കണേ കോളേജിന്റെ ബ്രൗഷറിലേക്ക് ഒരു ഫോട്ടോ എടുത്തു തരൂ ഞങ്ങളുടെ പിള്ളേരെന്ന് വെച്ചാൽ അതിനു വേണ്ടി വന്നേക്കണേണ്. ഫോട്ടോയ്ക്ക് വേണ്ടി മറ്റാരെയുമല്ല ഞാൻ മോഡലായിട്ട് തന്നെ നമ്മുടെ ഗോകുലിനെയാണ് ഞാൻ മോഡലായി പിടിച്ച് നിർത്തിയേക്കുന്നത്. ഞാൻ ഫോട്ടോ എടുക്കാന്നുള്ള പേരിലാണ് അവനെ കൊണ്ട് ഈ വീഡിയോ എടുത്തത്. അതാണ് അവൻ ഇങ്ങനെ നടന്നു തന്നെയായിട്ടോ, അല്ലാണ്ട് അവൻ മണ്ടനായിട്ടോ പൊട്ടനായിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയാലും അവനെ മാത്രമല്ല ഞാൻ മണ്ടനാക്കിയ കൂട്ടത്തിൽ നിന്ന് രണ്ടെണ്ണത്തെ കൂടെ ഞാൻ മണ്ടികളാക്കിയുണ്ട്. പാവം പിള്ളേര് എന്റെ ചതിക്കുഴിയിൽ വീണ് പോയി. എന്താ ചെയ്യാ? ഈ കണ്ടതും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യണം മാത്രമാണ്, അല്ലാണ്ട് ജന്മത്തിൽ ഇവരൊന്നും ഈ പുസ്തകമൊന്നും കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഇതാണ് ഞങ്ങളുടെ പ്യൂൺ ചേട്ടൻ. ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ കോളേജിൽ നിന്ന് ഞങ്ങളുടെ കൂടെ പടിയിറങ്ങാണ്. ഗോകുലാണി റിട്ടയർമെന്റ് ഫംഗ്ഷന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്റെ അടുത്ത്. ഇന്നേ വരെ ഇവള് തുറന്നു നോക്കിയാലേ തോന്നും. എന്നിട്ട് ഇപ്പഴും തോന്നുന്നുണ്ട് നമുക്ക് പഠിക്കാണ്ടായിരുന്നാണ്. ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. ചെറുപ്പളന്നുള്ള ചിന്തിനോടി അവനാ തന്നെ കൊതുകെന്ന് പറഞ്ഞ പക തീർക്ക. കൊതുകിനെ കൊന്നാന്നും പറഞ്ഞ് അത് ഈ മറ്റേ തീട്ടത്തിൽ ഈച്ചരിക്കണായി. അങ്ങനെ അവിടുത്തെ വർത്താനം പറിച്ചിട്ടും കഴിഞ്ഞ് നേരെ ചെന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ ഞങ്ങൾ ചുമട്ട് തൊഴിലാളിയാക്കി സാറ്. ഞങ്ങൾ മേശകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് സാറിന്റെ പണിക്കാർ. ഇതിനെല്ലാം നേതൃത്വം നൽകി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കി നിൽക്കാണ് ഇതെല്ലാം കണ്ടുകൊണ്ട്. എനിക്കെന്തീ കണ്ടന്റ് വേണ്ടേ? നാല് കൊല്ലം ഇവിടെ നടന്നിട്ട് കാര്യമില്ലോ. വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ പഠിക്കാൻ വന്നേനിപ്പ. അതെ ഭംഗിയായി. സാറിന് ടേബിൾ മാത്രം. സാറ് ഇവിടെ ജോലി ഒന്നും തെളിവില്ല. അതെ
അതെ വൈസ് പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ എനിക്കത് വൈസ് പ്രിൻസിപ്പലാണ് വൈസ് പ്രിൻസിപ്പൽ ഈ പേര് നമ്മളൊക്കെ ആരാണ് പുറത്താണെങ്കിൽ 3 എന്ത് ചെയ്ത് സിനിമയും കണ്ടുകൊണ്ടിരിക്കും. ഇനി എന്തായാലും നേരിട്ട് കാണാൻ പോകുന്നില്ല. വല്ലപ്പോഴൊക്കെ കണ്ടാ എന്നിട്ട് ഇരുന്ന സിനിമ തന്നെ സിനിമ. നീ പിന്നെ എന്തിനാടി വന്നെ? നീ കാണുപോലുമില്ല എന്നിട്ടും ഐഫ് ആൽഫിനൊക്കെ എന്തൊക്കെയോ കൂടിക്കിടന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു കഥയും മനസ്സിലാവില്ല. എന്തൊക്കെയോ പറയാൻ വന്നിട്ട് മിണ്ടാണ്ടിരിക്കണു. എന്തൊക്കെയോ നടക്കണ്ട് ഇവരുടെ ഇടയിൽ. നമ്മള് വിളിച്ചേക്കാ ഞാൻ കാണിച്ചിട്ടാ സേഫ് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചിട്ടാ കാണിച്ചിട്ടാ ഇപ്പൊ എന്നിട്ടേ എടാ ഞാൻ കാണിച്ചിട്ടാ നമ്മളൊക്കെ രാത്രി വിളിക്കാൻ പറ്റുള്ളൂ. അതൊന്നല്ല കാണിച്ചിരാ ഒരു കൈയുടെ സാധനം എന്നിട്ട് പുള്ളി പറഞ്ഞോ അതെ സത്യം പറയാലോ, ഇവരെന്താ തേങ്ങയാണ് ഈ കിടന്ന് പറയണത് എനിക്ക് മനസ്സിലാവണമില്ല. ഞാൻ എന്തൊക്കെയോ ഇതൊക്കെ പറയണം കേട്ട് ഇങ്ങനെ നിന്നു. അല്ലാണ്ട് എന്ത് പറയാൻ, എന്തൊക്കെയോ തമ്മിൽ പറയണ്ട. വീഡിയോ എടുക്കാൻ ഒന്നും തുറന്നു പറയൂല. അതാണ് ഒന്ന്. ഗൂഗിളാണ് ഇവിടെ സൈഫൂനിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് ആൽഫിൻ ഇങ്ങനെ പൊട്ടി കിടന്ന് ചിരിക്കണ്ടെങ്കിൽ എന്തൊക്കെ തേങ്ങയാണോ അവന്മാര് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ മിസ്സിനോട് സാറിനോടൊക്കെ താറ്റ ബൊബായി പറയാൻ വേണ്ടി ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്ക് ഞങ്ങൾ ഓടി പറഞ്ഞെത്തിയേക്കാന്ന് പറഞ്ഞ് സാറിനോടൊക്കെ ബൊബായി പറഞ്ഞ് ഞങ്ങൾ ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.